ഭാര്യ കുളിച്ചോണ്ട് നിൽക്കുക. ആ സഹാബിയുടെ ഭാര്യ ഇങ്ങനെ കുളിച്ചുകൊണ്ട് നിൽക്കുകയാ. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ ഒന്ന് നോക്കി, ഒരു വട്ടം ഇങ്ങനെ നോക്കി. അല്ലാഹുവേ, പെട്ടെന്ന് കണ്ണങ്ങ് താഴ്ത്തി. ഒന്ന് പെണ്ണ് കുളിച്ചുകൊണ്ട് നിൽക്കുന്നതൊന്ന് നോക്കി, കണ്ണ് താഴ്ത്തി, പിന്നെയും നോക്കി. രണ്ടാമതൊരു വട്ടം കൂടെ. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ കണ്ണെടുത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണിനെ ഇങ്ങനെ നോക്കി. അല്ലാഹുവേ പടച്ചവനെ, പെട്ടെന്ന് ആ ചെറുപ്പക്കാരന് അള്ളാനെ ഓർമ്മ വന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, പടച്ചവനെ, എന്നെ മുത്ത് നബി പറഞ്ഞു വിട്ടതാ, എന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു വിട്ടതാ. അള്ളാഹുവേ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് രണ്ടാമതൊരു വട്ടം ഒരു പെണ്ണിനെ നോക്കിപ്പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചു പോയല്ലോ തമ്പുരാനെ, എന്റെ ജീവിതത്തിൽ പാപം ചെയ്തു പോയല്ലോ തമ്പുരാനെ. അള്ളാഹുവേ, ആദാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടുകയാ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഞാൻ ഇനി എങ്ങനെ പോകും? ഞാൻ എന്റെ കണ്ണുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരം കണ്ടുപോയല്ലോ. അല്ലാഹുവേ, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. ഇനി മുത്തുനബിയുടെ മുന്നിൽ പോകാൻ എനിക്ക് ധൈര്യമില്ല. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നിങ്ങനെ അതാ ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വിട്ടതാണ്. അതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. അതാ ഒരു ദിവസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 30 കഴിഞ്ഞു. ഒരുപാട് ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു വിട്ട സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ പിന്നെ ഒരാളും കണ്ടിട്ടില്ല. ഈ ചെറുപ്പക്കാരനാണെങ്കിൽ മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതത്തിലേക്ക് ഓടുകയാണ്. പടച്ചവനെ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ തമ്പുരാനെ. അവിടെ നിന്ന് കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവസാനം 40 ദിവസം കഴിഞ്ഞു. 40 ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. എന്നിട്ട് പറയുന്നു, ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയേ, ഇന്ന ഹാരിബ മിൻ ഉമ്മത്തി, ഇന്ന ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാൽ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ നരകത്തെ പേടിച്ചുകൊണ്ട് പർവ്വതത്തിന്റെ ഇടയിലൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുന്ന സഅലബയുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ അല്ലാഹു പുറത്തു കൊടുത്തിരിക്കുന്നു നബിയേ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ട് നടക്കുകയാണ്. 40 ദിവസമായിട്ട് പർവ്വതത്തിന്റെ ഉള്ളറകളിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കുകയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് സഅലബാനെ ഓർമ്മ വന്നു. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ ഓർമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഉമർ തങ്ങളും സൽമാൻ തങ്ങളും 2 സ്വഹാബികളെയും അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു. എന്നിട്ട് പറയുന്നു, സ്വഹാബാ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനിനെ എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. സ്വഹാബാ, എവിടെയാണെങ്കിലും എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു. അതാ മഹാനായ ഉമർ തങ്ങളും സൽമാൻ തങ്ങളും അതാ തിരഞ്ഞു നടക്കാൻ തുടങ്ങി. സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ തിരഞ്ഞു നടന്നു. അല്ലാഹുവേ, കാണാൻ കഴിഞ്ഞില്ല. അവസാനം 2 പേരും സൂര്യൻ അസ്തമിക്കുന്ന സമയം ഇങ്ങനെ അടുത്തു വരുമ്പോ അതാ 2 പേരും ഇങ്ങനെ നിൽക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ഒരു അതാ ആട്ടിടയനായ മനുഷ്യനുണ്ടല്ലോ. ഉമർ തങ്ങൾ അവിടെ നീ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിക്കുമ്പോ റുഫാഖ എന്ന് പറയുന്ന ആട്ടിടയനായ മനുഷ്യൻ പറയുന്നു, ഉമറേ, നരകത്തെ പേടിച്ച് നിലവിളിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണോ? മുടിയെല്ലാം നരച്ചു പോയ ഒരു ചെറുപ്പക്കാരനാണോ? എല്ലാ ദിവസവും പാതിരാത്രിയായ വൈകുന്നേര സമയമായ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഈ മണ്ണിൽ കിടന്ന് ഉരുളുകയാ.